ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാൻ ദൈവം അവസരം നൽകുന്ന എല്ലാ അമ്മമാരും അനുഗ്രഹീതരും ആദരണീയരുമാണ്. അമ്മയായതുകൊണ്ട് മാത്രം സ്ത്രീ നേടുന്ന നിത്യതയിലെ ഓഹരി മഹത്വപൂർണമാണ്. സൃഷ്ടികർമ്മത്തിൽ തന്നോടൊപ്പം പങ്കാളിയാകുന്ന അമ്മയ്ക്ക് ദൈവം അനേകം സ്പെഷ്യൽ പ്രിവിലേജുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, മക്കൾക്ക് വേണ്ടി എന്നും എപ്പോഴും ഏതു സമയത്തും ദൈവത്തോട് അപേക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. കുഞ്ഞിൻ്റെ ജീവനു വേണ്ടി ഹാഗർ കരഞ്ഞപ്പോഴും ഒരു കുഞ്ഞിനു വേണ്ടി ഹന്ന ഹൃദയമുരുകി പ്രാർത്ഥിച്ചപ്പോഴും മകളുടെ ബാധ മാറ്റുവാൻ കനാന്യ സ്ത്രീ ക്രിസ്തുവിൻ്റെ പിറകെ ഓടി വിളിച്ചപേക്ഷിച്ചപ്പോഴും ഏകമകന്റെ വിയോഗത്തിൽ നയനിലെ വിധവയായ അമ്മ കരഞ്ഞപ്പോഴുമൊക്കെ വളരെ പെട്ടെന്നായിരുന്നു ദൈവത്തിൻ്റെയും ദൈവപുത്രൻ്റെയും അനുകൂലമായ പ്രതികരണങ്ങൾ. അമ്മമാരോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക കരുതലും സ്നേഹവുമായിരിക്കാം അതിനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് ദൈവ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള സമയമാകുന്നതിന് വളരെ മുമ്പ് കാനാവിലെ കല്യാണ വീട്ടിൽ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് യേശു അത്ഭുതം പ്രവർത്തിച്ചത്. കുരിശിൻ ചുവട്ടിൽ നിസ്സഹായയായി മനമുരുകി കരഞ്ഞുകൊണ്ട് നിന്ന അമ്മയ്ക്ക് യോഹന്നാനെ തുണയായി നൽകി. കർത്താവ് മാതൃത്വത്തോടുള്ള ആദരവും സ്നേഹവും പ്രകടമാക്കിയ ഒരു സംഭവമാണത്. അമ്മയുടെ ജോബ് ഡിസ്ക്രിപ്ഷനിലെ അജണ്ടകൾ അനവധിയാണ്, അസംഖ്യമാണ്. അതിലേറ്റവും പ്രധാനവും ശ്രേഷ്ഠവുമായത് മക്കൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അമ്മ പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായും ശ്രദ്ധയോടെ കേൾക്കും. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച ബൈബിളിലെ പ്രശോഭിതയായ അമ്മയാണ് 1 സാമുവേൽ 1-ാം അധ്യായത്തിലെ ഹന്ന. ഹന്നയുടെ പ്രാർത്ഥന എല്ലാ അമ്മമാരും മാതൃകയാക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ ആത്മാവിൽ ബലപ്പെടാനും അവരുടെ അപരാധങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മാപ്പപേക്ഷിക്കുവാനും സാത്താൻ അവരെ തൊടാതിരിക്കാനും അമ്മയും അപ്പനും ഒത്തൊരുമിച്ചിരുന്ന് മടുത്തുപോകാതെ ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പ്രത്യേകതകൾ? 1, ഒരു കുഞ്ഞിനു വേണ്ടി ദൈവസന്നിധിയിൽ അവൾ നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു. 1 സാമുവേൽ 1-ാം അധ്യായം 10-ാം വാക്യം. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയുടെ ഹൃദയവേദന ദൈവസന്നിധിയിലേക്കുള്ള ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷനാണ്. 2, ഹന്ന രഹസ്യമായി നിശബ്ദയായി ഹൃദയം സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. ജീവിത സഹനങ്ങൾ ഉള്ളിൽ സംഗ്രഹിക്കാനും മുറിവേറ്റ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുമൊക്കെ
ദൈവം അമ്മമാർക്ക് പ്രത്യേക വരദാനം നൽകിയിട്ടുണ്ട്. 3. ദൈവം കുഞ്ഞിനെ തരുന്നതുവരെ ഹന്ന മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മടുത്തു പോകാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സൂപ്പർ കൾച്ചറിനും നമ്മുടെ പണത്തിനും പദവിക്കും കഴിവിനുമൊന്നും നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയില്ല. 4. കുഞ്ഞിനെ ലഭിച്ച ശേഷം ഹന്ന ദൈവത്തെ മറന്നില്ല. ദൈവമുമ്പാകെ അവൾ എടുത്ത പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ട് അവൾ പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവൾ കർത്താവിനെ ആരാധിച്ചു. 1 സാമുവേൽ 1-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. ഈ അമ്മ എത്ര ധന്യവതിയാണല്ലേ! ദൈവസന്നിധിയിൽ മക്കൾക്കു വേണ്ടി ഉള്ളതും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇതുപോലുള്ള അമ്മമാരുള്ള മക്കൾ സൗഭാഗ്യശാലികളാണ്. അമ്മയുടെ പ്രാർത്ഥനകൾ ആത്മശരീര മനസ്സുകളിൽ ദൈവകൃപാവരങ്ങൾ ഒഴുകിയെത്തുന്ന ചാലുകളാണ്. പൂർത്തിയാക്കിയ മാതൃത്വത്തിന്റെ ശ്രേഷ്ഠ നിയോഗങ്ങൾക്കുള്ള പ്രതിഫലം പലപ്പോഴും മക്കളിൽ നിന്ന് കിട്ടിയില്ലെന്ന് വരാം. അതിൽ അമ്മമാർ വിഷമിക്കരുത്. പരാതിയും പരിഭവമൊക്കെ പറഞ്ഞ് ചെയ്ത പുണ്യപ്രവൃത്തികളുടെ മഹത്വം നഷ്ടപ്പെടുത്തരുത്. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ മക്കൾക്ക് പലപ്പോഴും വീഴ്ച സംഭവിച്ചേക്കാം. നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമകളുടെ പ്രതിബദ്ധതയിൽ നമുക്കും വീഴ്ചകൾ വന്നിട്ടില്ലേ? മക്കളുടെ അറിവില്ലായ്മകൾ ഒരിക്കലും ഗൗരവമായി കാണരുത്. അതിന്റെ പേരിൽ അവരെ വെറുക്കുകയോ ശപിക്കുകയോ ചെയ്യരുത്. മാതൃത്വ ചുമതല അനുഗ്രഹകരമായി നിവർത്തിച്ച അമ്മമാർക്കുള്ള സ്വർഗീയ ഓഹരി ദൈവത്തിന്റെ പക്കലുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം നിവർത്തി മാതാപിതാക്കളുടെ ഓരോ പേരന്റിംഗ് സഹനങ്ങളും സമർപ്പണങ്ങളും ദൈവം ശ്രദ്ധയോടെ വായിക്കും. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് തക്കതായ പ്രതിഫലം നൽകും. അതിനേക്കാൾ ശ്രേഷ്ഠഭാഗ്യം എന്താണുള്ളത്? മാതൃത്വത്തിന്റെ കാര്യവിചാരകത്വം ഉത്തരവാദിത്വത്തോടും ഉപാധികളില്ലാത്ത സ്നേഹത്തോടും കൂടി നിർവഹിച്ച് നിത്യതയിലേക്ക് യാത്രയായ എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും സ്നേഹ പ്രണാമം. മാതൃനിയോഗങ്ങൾക്കായി ആത്മശരീര മനസ്സുകൾ സമർപ്പിച്ച് ധന്യമായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയരായ എല്ലാ പ്രിയപ്പെട്ട അമ്മമാരോടൊപ്പം ദൈവത്തിന്റെ ശാശ്വത ഭുജങ്ങളും സാന്ത്വന കൃപകളും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഏറെ സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് കൈ നീട്ടി വാങ്ങിയ കുഞ്ഞുങ്ങൾ, നഷ്ടപ്പെട്ടു പോയതിന്റെ വേദനയും നൊമ്പരവും അനുഭവിക്കുന്ന മാതാപിതാക്കളെ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ, മുറവുണക്കട്ടെ. ഹാപ്പി മദേഴ്സ് ഡേ.
ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.